ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത 200 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുന്നത് കാണിക്കാൻ വിട്ടുപോയി. ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. മീഡിയം സൈസിലുള്ള 2 സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയെടുത്തിട്ടുള്ള സവോളയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരക പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. 5 വിസിൽസ് കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച ശേഷം ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. കടലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.